everyone, welcome back to Anupama's official YouTube channel. എത്ര നാളായി നമ്മൾ കണ്ടിട്ടല്ലേ. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ പിന്നെയും വന്നേക്കാണ്. സോ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. തംബ്നെയിൽ കണ്ട പോലെ ഗ്ലൂട്ടാത്തിയോൺ നമ്മൾ എല്ലാവരും ഇപ്പോൾ സുലഭമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. സോ ഗ്ലൂട്ടാത്തിയോൺ എടുത്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അത് എഫക്റ്റീവ് ആണോ, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഗ്ലൂട്ടാത്തിയോൺ എന്താണ് എന്നുള്ളത്, നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. പലരുടെയും ചിന്ത ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. അല്ല, നമ്മുടെ സ്കിന്നിലുള്ള റേഷസ്, അതുപോലെ തന്നെ ആക്നെ മാർക്സ്, സ്കിന്നിലുള്ള ഡിസ്കളറേഷൻസ്, ടാൻ വന്നിട്ടുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഒത്തിരി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമ്മുടെ ബോഡിയിലുള്ള ടിഷ്യൂ റിപ്പയറിങ്, ടിഷ്യൂ ബിൽഡിങ്, അതുപോലെ തന്നെ ടോക്സിൻസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാട്ടോ ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. സോ ഞാൻ ഫസ്റ്റ് ഗ്ലൂട്ടാത്തിയോൺ എടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സ്കിന്നിൽ എനിക്ക് ഈ കണ്ണിനടിയിലായിട്ട് ഒത്തിരി ഇങ്ങനെ ചെറിയൊരു റെഡ് കളറിലുള്ള റേഷസ് പോലുള്ളൊരു സംഭവം അതുണ്ടായിരുന്നു. അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു കൺസേൺ ആയിരുന്നു. രണ്ടാമത്തെ കാര്യം, എൻ്റെ സ്കിൻ പെട്ടെന്ന് ടാൻ അടിക്കുന്ന ഒരു സ്കിന്നാണ്. ചുമ്മാ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒന്ന് സൂര്യനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ടാൻ അടിക്കുന്ന ഒരു സംഭവമാണ്. എസ്പെഷ്യലി എൻ്റെ കൈ, കാല് പെട്ടെന്ന് ടാൻ അടിക്കും. അപ്പോൾ എനിക്ക് സ്കിൻ ബ്രൈറ്റൻ ആവുന്നതിൽ കൂടുതൽ എൻ്റെ ഒരു കൺസേൺ, എനിക്ക് വേണ്ടത് ഹെഡ് ടു ടോ ഒരു കളർ, അതായത് ഇപ്പോൾ ഒരു ബ്രൗൺ, എൻ്റെത് ഇപ്പോൾ ഒരു ബ്രൗൺ സ്കിന്നാണ്. അപ്പോൾ ആ ഒരു ഒറ്റ കളർ ഹെഡ് ടു ടോ ഉണ്ടാവുക എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. എനിക്ക് എന്നെ അങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതും ഒരു കൺസേൺ ആയിരുന്നു. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ സ്കിന്നിലുള്ള ഈ ഒരു എൻ്റെ ഹെയർ ഒക്കെ റിമൂവ് വേണ്ടിയിട്ട് ഞാൻ റേസേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റേസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാലിലൊക്കെ ഇങ്ങനെ, റേസേഴ്സ് യൂസ് ചെയ്യുന്നവർക്കറിയാം, ചിലപ്പോൾ മാർക്സ് വരാനുള്ള ചാൻസ് ഇല്ല. അത്ര മാർക്സ് എനിക്കുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഒരുപാട് കൺസേൺ ആയിട്ടായിരുന്നു ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അനുപമ, ഇത്രയും കൺസേൺസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോന്നിനും വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എല്ലാത്തിനും കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. സോ നമുക്ക് വിൽ ഗോ ഫോർ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ഗ്ലൂട്ടാത്തിയോൺ. അപ്പോൾ നമ്മൾ കേട്ടുള്ളത് എപ്പോഴും ഈ സ്കിൻ ബ്രൈറ്റനിങ് എന്നുള്ളൊരു സംഭവത്തിനാണ് കൂടുതലായിട്ടും ഇപ്പോൾ കേട്ട് വരുന്നത്. നമ്മളിപ്പോൾ വീഡിയോസിലൊക്കെ ആണെങ്കിലും കൂടുതലായിട്ട് നമ്മളിപ്പോൾ കണ്ടും കേട്ടും വരുന്നത് സ്കിൻ ബ്രൈറ്റനിങ് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനും പറഞ്ഞു, ഓക്കെ, നമുക്ക് എന്താ അത് പോവാം. കാരണം ഇപ്പോൾ പീലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫേസിന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസിന് മാത്രമല്ലേ റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് ചില ഓയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ തടവുമ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ഓൾ ബോഡി അത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ അല്ലല്ലോ. സോ അങ്ങനെ ഞാൻ ഗ്ലൂട്ടാത്തിയോൺ ചെയ്യാൻ തീരുമാനിക്കുന്നു. എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുമെന്ന്. അപ്പോൾ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഞാൻ ആദ്യം ചിന്തിച്ചത്, ഓക്കെ, നമ്മളെന്തായാലും ഡോക്ടർ നമ്മളോട് ഇത് എടുക്കാൻ പറഞ്ഞു, അപ്പോൾ നമ്മൾ പോകുന്നു, ഗ്ലൂട്ടാത്തിയോൺ IV ഷോട്ട്സ് എടുക്കുന്നു. 2 ദിവസം കൊണ്ട് എൻ്റെ സ്കിൻ അങ്ങ് മാറി മറിയുന്നു ഞാൻ തന്നെ. ഈ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ എടുക്കാൻ പോയത്. പോയപ്പോൾ തന്നെ എൻ്റെ കൺമുമ്പിൽ കണ്ടൊരു കാര്യം, ഞാൻ എടുക്കാൻ വേണ്ടി ഡോക്ടറത്തേക്ക് പോകുന്നു. അവിടെ ഒരു നോക്കുമ്പോൾ ഒരു ചേച്ചി ഭയങ്കര പ്രശ്നം. അപ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും പൈസ തന്നിട്ട് എനിക്കൊരു മാറ്റവും ഇല്ല, ഇതിനാണോ ഞാൻ പൈസ തന്നത്, നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ പോകുമ്പോൾ ഞാൻ കാണുന്നത് ഇതാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു കൺസേൺ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡോക്ടറായിട്ട് ഇത് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എടുക്കുന്നതിന് മുൻപേ തന്നെ എന്നോട് പറഞ്ഞു, അനുപമ, ഇത് എല്ലാ കാര്യങ്ങളും പോലെ തന്നെ ഓരോരുത്തരുടെ ബോഡി ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയം ഡിഫർ ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു 1 മന്ത് കൊണ്ടാണ് റിസൾട്ട് കിട്ടിയതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ്, ചിലപ്പോൾ 6 മന്ത്സ് വരെ എടുക്കാം. ഓക്കെ, അത് ഒരാളുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പോൾ ചിലവർക്ക് നല്ല ടൈം എടുക്കാം, ചിലവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത്. സോ എനിവേ, ഞാൻ ഗ്ലൂട്ടാത്തിയോൺ IV ഷോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5-6 ഷോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പോയി ഇന്നൊരു ഇഞ്ചക്ഷൻ എടുത്ത് നാളെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അങ്ങനെയല്ല. ഡോക്ടർ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് പറയും. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ, ചിലപ്പോൾ മാസത്തിലൊന്ന്. ഡോക്ടർ എങ്ങനെയാണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ പോയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇനി ഗ്ലൂട്ടാത്തിയോണിൻ്റെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് പല ഫോംസിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ക്രീം രൂപത്തിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ടാബ്ലറ്റ്സിൻ്റെ രൂപത്തിൽ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഈ IV ഷോട്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ
ക്രീമിനെയും അതുപോലെ തന്നെ ടാബ്ലറ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ഓഫ് കോഴ്സ് ഈ ഒരു IV ഷോട്ട്സിലൂടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടേഴ്സും അത് തന്നെയാണ് പറയുന്നത്. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ടാബ്ലറ്റിൻ്റെ കാര്യം പറയുമ്പോൾ IV ഷോട്ട്സ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്രീമിനെ കാട്ടിയും കുറച്ചുകൂടി പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. പല കമ്പനിയുടെ ടാബ്ലറ്റ്സ്, ഗ്ലൂട്ടോൺ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലൂട്ടോൺ എന്നുള്ളൊരു കമ്പനിയുടെ ഈ ഒരു ഗ്ലൂട്ടോൺ 1000 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കേട്ടോ. അതെ, ഇവരുടെ ഇതൊരു പ്രൊമോഷൻ അല്ല കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കറൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു സംഭവം. സോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെങ്കിൽ, യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊരു അടിപൊളി സാധനമാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവരുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടാബ്ലറ്റ് ഭയങ്കര എഫക്റ്റീവാണ്. എഗെയിൻ ഞാൻ എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങളൊരു ടാബ്ലറ്റ് എടുത്തിട്ട് ഒരു 1 മന്ത് കൊണ്ട് അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു മാറ്റം സൃഷ്ടിച്ചേക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നോ, നടക്കില്ല. മിനിമം നമ്മളൊരു 6 മന്ത്സ് എടുക്കും. നമ്മുടെ പ്രത്യേകിച്ച് ടാബ്ലറ്റ് ആകുമ്പോൾ ഒരു മിനിമം ഒരു 6 മന്ത്സ് എങ്കിലും എടുക്കും നമുക്കൊരു വിസിബിൾ ചേഞ്ച്, ഒരു മാറ്റം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു 6 മന്ത്സ് ഒക്കെ എടുക്കും. ഞാൻ വെരി ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ 6 മന്ത്സ് ആയില്ല, കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയിട്ട് 6 മന്ത്സ് ആയിട്ടില്ല. പക്ഷെ സ്റ്റിൽ എനിക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്. ആൻഡ് എഗെയിൻ നമ്മൾ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂട്ടോൺ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ വൈറ്റമിൻ C ടാബ്ലറ്റ്സ് അതിൻ്റെ കൂടെ, അതായത് വൈറ്റമിൻ C കൂടി ഇൻടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് കൂടും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. സോ എഗെയിൻ ഞാൻ യൂസ് ചെയ്യുന്ന വൈറ്റമിൻ C ടാബ്ലറ്റ് ഇപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് ആണ്. ഞാൻ ഇതിൻ്റെ കൂടെ വാങ്ങിക്കുമ്പോൾ കോംബോ ആയിട്ട് വാങ്ങിക്കുന്നതാണ് ഈ ഒരു എസ്ഗോസിൻ്റെ ഈ ഒരു വൈറ്റമിൻ C ടാബ്ലറ്റ്. സോ ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗെയിൻ സൈറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലാതെയും കുറേ ഗ്ലൂട്ടോൺ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഏതാണെന്ന് വെച്ചിട്ട് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ക്രീം ഞാൻ അധികം പ്രിഫർ ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല. കാരണം ഞാൻ ക്രീം അധികം യൂസ് ചെയ്തിട്ടില്ല. അധികം എന്നല്ല, ഞാൻ ഒട്ടും ഈ ഒരു ഗ്ലൂട്ടോൺ ഉള്ള ഒരു ക്രീംസ് കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ എനിക്ക് അറിയത്തുമില്ല. ആൻഡ് എൻ്റെ ഒരു അറിവ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും ഔട്ടർ ലെയറിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നല്ല ടൈം എടുക്കും. ആൻഡ് എഗെയിൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ക്രീമൊക്കെ ഐതർ ഒരു ട്യൂബിലായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ചെറിയ ബോട്ടിൽസിലായിരിക്കും. ഇത് നമ്മൾ ഓൾ ബോഡി നമുക്കിത് യൂസ് ചെയ്യാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു ഗ്ലൂട്ടോൺ IV ഷോട്ട്സ് അല്ലെങ്കിൽ ടാബ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾ ബോഡി നമുക്ക് റിസൾട്ട് കിട്ടും. ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ല, ഈ പറഞ്ഞ ഓൾ ബോഡി നമുക്ക് റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഒരു സംഭവം ഉള്ളത്. പിന്നെ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇഷ്ടത്തിന് അങ്ങ് എടുക്കുക എന്നുള്ളതല്ല. ഇതിനൊരു പെർട്ടിക്കുലർ എന്താ പറയുക, നമുക്ക് തോന്നിയ പോലെ ഒരു ദിവസം 2 ടാബ്ലറ്റ്സ് 3 ടാബ്ലറ്റ്സ് കഴിക്കാൻ പറ്റില്ല. എന്താ പറയുക, 500 to 2000 mg per day ആണ് ഇതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. അതും നിങ്ങളുടെ ഡോക്ടറോട് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത് ആ രീതിയിൽ ചെയ്യുന്നതാണ് എപ്പോഴും സേഫ് സൈഡായിട്ട് ഉണ്ടാവുക. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ പലരുടെയും കൺസേൺ ആണ് ഈ ഗ്ലൂട്ടാത്തിയോൺ യൂസ് ചെയ്തിട്ട് കിട്ടുന്ന നമുക്ക് റിസൾട്ട് അത് പെർമനൻ്റ് ആണോ എന്നുള്ളത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ചേഞ്ച് കിട്ടുമല്ലോ. ആ ചേഞ്ച് കിട്ടുമ്പോൾ ഓക്കെ, നമുക്ക് വേണ്ട സംഭവം കിട്ടിയ, ഇപ്പോൾ ടാൻ ആണെങ്കിൽ ടാൻ മാറിയിട്ടുണ്ടാവും, ഡിസ്കളറേഷൻ ആണെങ്കിൽ അത് മാറി എന്നുള്ളൊരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് നിർത്തും. എപ്പോഴാണോ നിങ്ങളിത് നിർത്തുന്നത്, ഗ്രാജ്വലി എന്ത് ചെയ്യും, നമ്മളിത് പഴയ നമ്മുടെ ബാക്ക് ടു നോർമൽ സ്കിന്നിലേക്കോ നോർമൽ കണ്ടീഷനിലേക്ക് ഗ്രാജ്വലി പോകാൻ തുടങ്ങും. സോ ഡോക്ടേഴ്സ് എപ്പോഴും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമുക്കിതിപ്പോൾ ചേഞ്ചസ് കിട്ടിയാൽ തന്നെ നമ്മൾ ബൂസ്റ്റർ ഷോട്ട്സ് അടിക്കണം. അതായത് ഇപ്പോൾ IV ആണെന്നുണ്ടെങ്കിൽ 6 മന്ത്സ് കൂടുമ്പോൾ ഒന്ന്, അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് എന്താ പറയുക തീരെ ഡള്ളായി തോന്നുമ്പോൾ പോയിട്ടൊരു ഷോട്ട് കൊടുക്കുക, അങ്ങനെ. അതല്ല ടാബ്ലറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടാബ്ലറ്റ്സ് യൂസ് ചെയ്ത് നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് പോകണം. അതായത് നമ്മൾ അതായത് പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് നിർത്തി സ്റ്റോപ്പ് ചെയ്തു എന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ ഗ്രാജ്വലി നമ്മൾ നമ്മുടെ പഴയ നോർമൽ സ്കിൻ കണ്ടീഷനിലോട്ട് പോകും. സോ ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നവരേക്കും നമുക്ക് ആ റിസൾട്ട് കിട്ടും, അത്രേ ഉള്ളൂ. ആ റിസൾട്ട് ഒരിക്കലും പെർമനൻ്റ് ആണ് എന്ന് ഞാൻ പറയില്ല. ഓക്കെ, സോ നല്ല ചൂടുണ്ട് കേട്ടോ, ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, സോ ഇതാണ് സംഭവം. സോ ഞാൻ പറഞ്ഞു വന്നത്,
എഫക്റ്റീവ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടാത്തിയോൺ ഈസ് വെരി എഫക്റ്റീവ്. എനിക്ക് നല്ല വിസിബിൾ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെല്ലാവരും കൺസേൺ ആവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പ്രൈസ്. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും വളരെ ചിലവേറിയതാണ് മക്കളെ, വളരെ ചിലവേറിയതാണ്. ഗ്ലൂട്ടാൻ ഞാൻ ഒരിക്കലും പറയില്ല ഭയങ്കര എഫോർഡബിൾ ആണ് എന്നുള്ളത്. നല്ല ചിലവുള്ള ഒരു കാര്യമാണ്. ഞാൻ ഫസ്റ്റ്, അതായത് ഇപ്പോൾ ഒരു 1 year മുൻപ് വരെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്തപ്പോൾ ഒരു 7,000 to 8,000 ആണ് അതിൻ്റെ ഒരു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്, വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ് ഫോർ മീ. എനിക്ക് ഭയങ്കര വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടൊരു സംഭവം തന്നെയാണ്. പിന്നെ എന്തിനാണ് നീ പോയി ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്കത് വേണമായിരുന്നു, എനിക്കത് ചെയ്യണം തോന്നി. നമുക്ക് ഓരോ സമയത്ത് ഓരോ ഇതാണല്ലോ. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ സ്കിൻ കണ്ടീഷൻ അത് വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്തു. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. അല്ലാതെ ഇതൊരിക്കലും ഒരു നിർബന്ധമുള്ളൊരു കാര്യമൊന്നും അല്ലല്ലോ. ഇഷ്ടമുള്ളവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ഒരു 7,000 to 8,000 ആണ്, 6,000 to 7,000 or 7,000 8,000 ബിറ്റ്വീൻ ആണ് വന്നേക്കുന്നുണ്ടായിരുന്നത്. ഞാനൊരു 2-3 days മുൻപേ ഞാൻ ഇവിടെ നമ്മുടെ ആ ക്ലിനിക്കിൽ വിളിച്ച് ചോദിച്ചപ്പോഴേക്കും അവർ റേറ്റ് ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ ഉള്ളത് 12,000 ആണ്. ഓക്കെ, ആൻഡ് ഇത് ക്ലിനിക് ടു ക്ലിനിക് അല്ലെങ്കിൽ ഓരോ ഡോക്ടർ ടു ഡോക്ടർ ഇത് ഡിഫർ ചെയ്യാം. പക്ഷേ എന്താണെങ്കിലും നിങ്ങൾക്ക് മിനിമം 6,000 to above മാത്രമേ ഗ്ലൂട്ടാത്തിയോൺ IV ഷോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ കിട്ടുള്ളൂ. ടാബ്ലറ്റ്സ് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 2,000 അറൗണ്ട് ആണ് ടാബ്ലറ്റിൻ്റെ റേറ്റ് വരുന്നത്. ക്രീം എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സോ 6,000 above എന്ന് പറയുമ്പോൾ കുറച്ച് ചിലവേറിയ കാര്യം തന്നെയാണ്. ഓക്കെ, പിന്നെ എന്താ നമ്മൾ പറയേണ്ടത്, ഈ ചിലവിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ചിലവർക്ക് ഉണ്ടാവില്ല എനിക്കിതൊന്നും എടുക്കാൻ താല്പര്യമില്ല, അതായത് ഗ്ലൂട്ടാൻ കാര്യങ്ങളൊന്നും എടുക്കാൻ താല്പര്യമില്ല. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഹെൽത്തി ഫുഡ്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ സ്കിന്നിന് ചേഞ്ചസ് വരുന്നില്ലേ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓറഞ്ച്, വാട്ടർമെലൺ, അവക്കാഡോ, അതുപോലെ തന്നെ എന്താ പറയുക ഗ്രേപ്സ്, ഇതിലൊക്കെ എന്തുണ്ട്, ഈ ഗ്ലൂട്ടാത്തിയോൺ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് ബെനിഫിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ ചില സെലിബ്രിറ്റീസ് പറയുന്നത് കേട്ടിട്ടില്ലേ, ഇൻ്റർവ്യൂവിൽ ചോദിക്കില്ല എന്താണ് മാം ബ്യൂട്ടി സീക്രട്ട് അല്ലെങ്കിൽ എന്താണ് സർ ബ്യൂട്ടി സീക്രട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാറില്ലേ, നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ കസ്തൂരി മഞ്ഞൾ, വീട്ടിലുണ്ടാക്കുന്ന തൈരും മഞ്ഞളൊക്കെ കൂടിയിട്ടുള്ള ഫേസ് മാസ്ക് ആണ് എന്നൊക്കെ പറയാറില്ലേ. പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവർക്ക് പണ്ട് അവരെ കണ്ടതിലും ഭയങ്കര ഒരു വിസിബിൾ, ഭയങ്കര ഒരു ചേഞ്ച്, ഒരു ഡ്രമാറ്റിക് ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാറില്ലേ ചിലപ്പോഴെങ്കിലും. ഈ കസ്തൂരി മഞ്ഞളും രക്തചന്ദനൊന്നും മോശമാണ് എന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ടേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക, മനസ്സിലായില്ലേ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ പിന്നിൽ ഈ ഗ്ലൂട്ടാത്തിയോൺ ആണ് എന്നുള്ളതാണ്. ഇങ്ങനത്തെ നമ്മളെപ്പോഴും പെട്ടെന്ന് നമുക്കൊരു ഡ്രമാറ്റിക് ചേഞ്ച്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് എടുത്താൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ളൊരു ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതെല്ലാം നിങ്ങളുടെ സ്കിന്ന് നല്ലതാണ്, ഇപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഡൾനെസ്സോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ പറഞ്ഞതൊക്കെ വർക്ക് ചെയ്യും. ഡെഫിനറ്റ്ലി ഇനി എന്ത് ഗ്ലൂട്ടാത്തിയോൺ എടുത്താലും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഗ്ലൂട്ടാത്തിയോൺ എന്നുള്ള ടോപ്പിക്ക് സംസാരിക്കുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ആ ഒരു കാര്യം എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. സോ എന്താ പറയുക, യെസ്, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സേഫായിട്ട്, ഞാൻ ഇപ്പോഴും പറയുന്നു, സേഫായിട്ട് നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക. ഒരു ഡോക്ടർ ത്രൂ മാത്രം കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഈ ഒരു കാര്യങ്ങൾക്ക് പോവുക. അതായിരിക്കും എപ്പോഴും സേഫായിട്ട് ഉണ്ടാവുക. കാരണം നമ്മൾ ബോഡിയിലോട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണല്ലോ. സോ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഇനി എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണ് എന്ത്, ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ വരേക്കും എനിക്കിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഒരു സൈഡ് എഫക്ട്സും ഉണ്ടായിട്ടില്ല. ഓക്കെ, ആൻഡ് നമ്മൾ എന്താണെങ്കിലും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ കൺസേൺ ചോദിക്കും അല്ലേ. അതായത് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ ഡോക്ടർ, നമ്മൾ എന്തായാലും ചോദിക്കും. ഞാനും ചോദിച്ചിട്ടുണ്ട്. സോ അന്ന് എൻ്റെ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കറൻ്റ്ലി ഇപ്പം ഇതുവരെയ്ക്കും ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് വരാം, ക്യാൻസർ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. സർട്ടൺ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്ക്, സർട്ടൺ മെഡിസിൻസ് യൂസ് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ ആസ്മ പോലുള്ള കാര്യങ്ങളുള്ളവർക്ക്
ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ടായേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഡോക്ടറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് മുൻകൂട്ടി നമ്മൾ പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഡോക്ടറിൻ്റെ ഇത് എന്താ പറയുക, കാര്യങ്ങളനുസരിച്ചിട്ട് ഡോക്ടർ പറയുന്നതനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. പിന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, ഇതിപ്പോഴും ഈ ഗ്ലൂട്ടാത്തിയോണിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയിട്ടില്ല. അപ്പോൾ ഒരു സ്റ്റഡി നടത്തിയാലാണല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാലാണല്ലോ അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നറിയാൻ പറ്റുള്ളൂ. സോ ഇപ്പോഴും ഇതൊരു ഗ്രേ സോണിലുള്ളൊരു സംഭവമാണ്. അപ്പം അതായത് ഇതുവരേക്കും ഇതിനെക്കുറിച്ചിട്ട് എന്താ പറയുക, അത്രയും സ്റ്റഡീസ് നടത്താത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞില്ലേ, എന്താ പറയുക, നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇതൊക്കെ അന്വേഷിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. ആസ് ഫാർ ആസ് നൗ എനിക്ക് പേഴ്സണലി ഇത് ഇത്രയും യൂസ് ചെയ്തിട്ടും, ഇപ്പം ഞാൻ കറൻ്റ്ലി ഞാൻ പറഞ്ഞ പോലെ ഞാൻ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഐ വി ഷോട്ട്സ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എടുത്തിട്ടും എനിക്ക് പേഴ്സണലി ഒരു സൈഡ് എഫക്റ്റും ഉണ്ടായിട്ടില്ല. എനിക്കറിയാവുന്നവർക്കും ഉണ്ടായതായിട്ടും ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, പക്ഷേ എന്നാലും നിങ്ങൾ പോകുമ്പോൾ എഗെയിൻ ഒരു സേഫ് സൈഡ് എന്നുള്ള രീതിയിൽ ഡോക്ടറായിട്ട് ഒന്നുകൂടി കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടോ? ഇല്ല, ഏകദേശം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഗെയിൻ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെന്താ, നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. സോ ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.